മറ്റു വാർത്തയിലേക്ക് കൊടകര കുഴൽപ്പണ കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന് പിന്നിൽ താനെന്ന ആരോപണം നിഷേധിച്ച ശോഭാ സുരേന്ദ്രൻ. താൻ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നും ആഗ്രഹിക്കുന്നവരും ഒരു മാധ്യമ സ്ഥാപനവുമാണ് ആരോപണത്തിന് പിന്നിലെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. തൃശൂരില് ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ എങ്ങനെ നാവ് ഉപയോഗിച്ച് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് കൊലപ്പെടുത്താൻ സാധിക്കുമോ എന്ന് പരിശ്രമിച്ച ഒരു വ്യക്തിയെ തിരൂർ സതീശൻ എന്ന് പേരിട്ട് വിളിച്ച് വാഴ്ത്തുന്നത് കാണാനുള്ള ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിൽ സതീശന്റേതായിട്ടുള്ള വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ BJP ഓഫീസിൽ 15,000 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനാണ്. ഈ സതീശന്റെ വാട്സപ്പ് കോളും സതീശന്റെ ഫോൺ കോളുകളും അതുപോലെ തന്നെ ചില പ്രത്യേക ആളുകളുടെ ഫോൺ കോളുകളും ഒക്കെ എടുപ്പിക്കാൻ ഇതിനിവിടെ കേരളത്തില് പിണറായി വിജയന്റെ കൂടെയുള്ള പോലീസിന് മാത്രമല്ല കഴിവുള്ളത്. അത് മനസ്സിലാക്കിയാൽ നല്ലതാണ്. സ്വന്തം പാർട്ടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ കേൾക്കാനാണ് ഞാൻ പറയുന്നത്. തിരൂർ സതീശന്റെ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. ഭീഷണി ഫോൺ കോൾ വന്നതിനെ തുടർന്ന് സതീശന്റെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. അതിനിടെ ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ കുറ്റപത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇഡിക്കും അന്വേഷണ സംഘം സമർപ്പിച്ചെങ്കിലും ഇടപെടലുണ്ടായില്ല എന്ന വിവരവും പുറത്തുവന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുറമെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കള്ളപ്പണം ഉപയോഗിച്ചുവെന്നതടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണ സംഘം നിർണായക യോഗം ചേരും. MJ മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഏറ്റവും പ്രധാനമായി ഈ കൊടകര വിഷയം അത് വലിയ തരത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുകയാണ്. അത് ഏത് തരത്തിൽ തിരിച്ചടിയാകുമോ BJPക്ക് എന്ന കാര്യമാണ് നമുക്ക് ഇനി കാത്തിരുന്ന് അറിയാനുള്ളത്. പക്ഷെ അതേ സമയത്താണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടത്. വലിയ ആരോപണം അവർ ഉന്നയിച്ചു. ആരാണ് സതീശന് പിന്നിൽ എന്നുള്ള വലിയ ചോദ്യമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു ശോഭാ സുരേന്ദ്രൻ. താൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിന്റെ പിന്നിലെന്നും അവർ പറയുന്നു. മറ്റെന്തൊക്കെ കാര്യമാണ് പ്രധാനമായും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മിഥുൻ? ഭവ്യ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരമനുസരിച്ച് കൊടകര കുഴൽപ്പണ കേസിൽ തിരൂർ സതീശന്റെ മൊഴി ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. മൊഴി രേഖപ്പെടുത്തുക അടുത്ത ആഴ്ചയായിരിക്കും. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം തിങ്കളാഴ്ച തൃശൂരിൽ വെച്ച് ചേരും. തൃശൂർ ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് യോഗം ചേരുക. അന്വേഷണ സംഘത്തിന്റെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും മൊഴിയെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. തൃശൂർ പോലീസ് ക്ലബ് SITയുടെ ക്യാമ്പ് ഓഫീസായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പ് ഓഫീസായി അവിടെ പ്രവർത്തിക്കും. ഒപ്പം തന്നെ നിർണായക യോഗം ചേരുക ADGP മനോജ് എബ്രഹാം പങ്കെടുത്തുകൊണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരൂർ സതീശന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനൊപ്പം ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയും യോഗത്തിൽ തയ്യാറാക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ തിരൂർ സതീശന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഒപ്പം തന്നെ അല്പസമയത്തിനു മുമ്പ് നിർണായക യോഗം ചേരുമെന്നുള്ള വിവരങ്ങളായിരുന്നു ലഭിച്ചതെങ്കിൽ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് അന്വേഷണ സംഘം മാറുന്നു. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഈ ഒരു പ്രതിപട്ടിക തയ്യാറാക്കി, അതായത് ആരെയൊക്കെ കൃത്യമായി ചോദ്യം ചെയ്യണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം മാത്രം സതീശന്റെ മൊഴി രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ ചോദ്യം ചെയ്താൽ മതി എന്നുള്ളൊരു നിർണായക തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ് ഭവ്യ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മനോജ് എബ്രഹാം പങ്കെടുത്തുകൊണ്ട് തിങ്കളാഴ്ചയാണ് ഈ നിർണായക യോഗം തൃശൂരിൽ ചെയ്യുക. ഒപ്പം തന്നെ തൃശൂരിലെ ഈ പോലീസ് ക്ലബ്ബ് ഈ വിഷയത്തിൽ, ഈ കൊടകര കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അത് ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുമെന്നുള്ള നിർണായക വിവരങ്ങൾ കൂടി നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്. എന്തായാലും ഇന്ന് സതീശന്റെ മൊഴി രേഖപ്പെടുത്തില്ല, അടുത്ത ആഴ്ച മാത്രമായിരിക്കും സതീശന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മിഥുൻ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമാണ് മിഥുൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തായാലും തിരൂർ സതീശന്റെ മൊഴി രേഖപ്പെടുത്തില്ല അന്വേഷണ സംഘം എന്ന് മനസ്സിലാക്കുന്നു. മിഥുൻ, ഏറ്റവും പ്രധാനമായി സതീശന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇനി എന്ത് അന്വേഷണം എന്നുള്ള ഏത് തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിലേക്ക് അന്വേഷണ സംഘത്തിന് പോലും ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുള്ളൂ. കാരണം അത്രമാത്രം നിർണായകമായ മൊഴിയാണ് സതീശിൽ നിന്ന് ലഭിക്കാനുള്ളത്. സതീശൻ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, സത്യസന്ധമായ അന്വേഷണമാണ് നടക്കുകയെങ്കിൽ താൻ കൃത്യമായി മൊഴി നൽകും, തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുൻപിൽ നൽകുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മൊഴിയെടുപ്പ് നീട്ടിവെക്കുകയാണ്. ഇനി അത് എന്നുണ്ടാകുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും റിപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് മൊഴിയെടുക്കാതെ നീട്ടിവെച്ചത് മിഥുൻ?
ഭവ്യ, അതായത് നിലവിൽ ഈ ഒരു അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു വെളിപ്പെടുത്തൽ തിരൂർ സതീശ് നടത്തിയതിനെ ചൊല്ലിയാണ്. അതിനുശേഷമാണ്, അതായത് കൃത്യമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് അന്ന് ഓഫീസിലേക്ക്, ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഈ പണം കൊണ്ടുവന്നിരുന്നു. അത് സാക്ഷിയായത് താൻ തന്നെയാണ്. അത് കൊണ്ടുപോയി വെക്കാൻ സഹായിച്ചത് താൻ തന്നെയാണ്. ധർമ്മരാജും ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഒരു സഹായിയും ഉണ്ടായിരുന്നു. ഒപ്പം തനിക്കൊപ്പം തൃശൂരിന്റെ മുൻ ജില്ലാ ട്രഷറർ കൂടിയായിട്ടുള്ള സഞ്ജയ് സേനും ഉണ്ടായിരുന്നു എന്നാണ് സതീഷ് വെളിപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അത് പണമാണ്, ആ ചാക്കുകളിൽ, ആ 6 ചാക്കുകളിൽ പണമാണ് എന്ന് താൻ അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് പണമാണെന്ന് അറിയുന്നത്. പിന്നീട് ഭയം തോന്നി എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്തത്. പക്ഷേ ഈ വിവരം മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇപ്പോഴുള്ളത്. കാരണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ മറ്റു വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് മാത്രമേ പറയൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് സതീശൻ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം മൊഴി രേഖപ്പെടുത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സ്വാഭാവികമായും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. കാരണം ഇന്നലെയാണ് ഈ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിടുന്നത്. നേരത്തെ അന്വേഷിച്ച അതേ ടീം തന്നെ മതി ഇത് തുടരന്വേഷിക്കാൻ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുകയായിരുന്നു. ഒപ്പം തന്നെ ഇതിന്റെ മേൽനോട്ട ചുമതലയായി ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ കൂടി ഏൽപ്പിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇന്നലെ രാത്രിയായതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് യോഗം ചേർന്നുകൊണ്ട് സതീശിനെ മൊഴി രേഖപ്പെടുത്താനായിരുന്നു ആദ്യം തീരുമാനമെങ്കിൽ ഇനി വിശദമായ രീതിയിൽ നിർണായകമായ യോഗം ചേർന്ന് ഇനി എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളണം. കാരണം ആദ്യ ഘട്ട അന്വേഷണത്തിൽ കൃത്യമായ വിവരങ്ങളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചില്ലായിരുന്നു. പോലീസിനെ സംബന്ധിച്ച് വലിയ വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള വിമർശനങ്ങൾ നാനാകോണിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കെ സുരേന്ദ്രനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് ശ്രമിച്ചു എന്നടക്കമുള്ള വലിയ ഗുരുതരമായ ആരോപണവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പിഴവ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പാടില്ല. കാരണം ഇനി പുനരന്വേഷണം നടക്കാൻ പോവുകയാണ്, അതല്ലെങ്കിൽ തുടരന്വേഷണമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക ഈ സതീശിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ കോടതി എന്ത് തീരുമാനമെടുക്കുന്നു, ഈ തുടരന്വേഷണം തന്നെ മതിയോ അല്ലെങ്കിൽ ഒരു പുനരന്വേഷണം വേണമെന്നുള്ള ആവശ്യം കോടതി അംഗീകരിക്കുമോ എന്നുള്ള കാര്യമുള്ള പുനരന്വേഷണമാണെന്ന കാര്യത്തിലാണ് ഒരു തീരുമാനം ഇനി വരാനുള്ളത്. അത് എന്തായാലും കോടതിയുടെ തീരുമാനത്തിന് ശേഷമായിരിക്കും. മിഥുൻ, ഇവിടെ നോക്കൂ, ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ കുറ്റപത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനും EDക്കും അന്വേഷണ സംഘം സമർപ്പിച്ചെങ്കിലും ഒരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ള വിവരം കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവാഞ്ഞത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമല്ലേ മിഥുൻ? കാരണം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് BJP ആയതുകൊണ്ടാണോ ഇത്തരത്തിലൊരു ഇടപെടൽ ED നടത്താതിരുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താതിരുന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം CPM നേതാക്കളടക്കം ഒരേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മറ്റേതെങ്കിലും മുന്നണി ആയിരുന്നുവെങ്കിൽ ED ഓടി വന്നേനെ എന്ന്. പക്ഷേ ഇവിടെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും ഒരു ചെറുവിരലനക്കാൻ ED ശ്രമിച്ചില്ല. ED കണ്ണടയ്ക്കുകയായിരുന്നു ഈ കേസിൽ. എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഭവ്യ, ഇരിങ്ങാലക്കുട കോടതിയിൽ അന്ന് ആദ്യം അന്വേഷണം നടത്തിയപ്പോൾ അന്നത്തെ അന്വേഷണ സംഘം കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കി കുറ്റപത്രം ഇരിങ്ങാലക്കുട കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രത്തിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഈ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുള്ളത്, തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൃത്യമായി പണം എല്ലായിടത്തേക്കും എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കൃത്യമായ വിവരം ആ ഒരു കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ തന്നെ കോന്നി മണ്ഡലത്തിലും BJPയുടെ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള നേതാക്കൾക്കും വാർഡ് കേന്ദ്രീകരിച്ചുള്ള നേതാക്കൾക്കും ഒക്കെ കൃത്യമായി പണം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരം ഈ ഒരു കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കോടതിയിൽ മാത്രമല്ല സമർപ്പിച്ചത്, ഇതിന്റെ പകർപ്പ് അത് EDക്കും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് അന്വേഷണ സംഘം നൽകിയിരുന്നു. കൃത്യമായ ഇടപെടൽ നടത്തണം, കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളൊരു കാര്യം കൂടി അന്നത്തെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് ലഭിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഇടപെടലും നടത്താൻ ED തയ്യാറായില്ല. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ റിപ്പോർട്ട് ലഭിച്ചതാണ്. അവർ പോലും ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ അതിനൊരു അന്വേഷണ ഉത്തരവിടാനോ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് CPMഉം കോൺഗ്രസും പറയുന്നത് പോലെ തന്നെ അവിടെ കൃത്യമായ രീതിയിൽ BJP ആയതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ കേന്ദ്ര സംവിധാനങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കൂടി പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരു കേസിൽ ഒരു കാരണവശാലും ഇടപെടേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നുള്ള ഒരു ആരോപണം ശക്തമാകുന്നത്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും, നിർണായക യോഗങ്ങൾ ഉണ്ടാകും. തിരൂർ സതീശനെ സംബന്ധിച്ച് അദ്ദേഹം നൽകുന്ന മൊഴി അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതെല്ലാം തന്നെ BJP സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ്
ഉപതെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് തരത്തിലായിരിക്കും തിരിച്ചടിയാകാൻ പോകുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷം ആവർത്തിക്കുന്നുണ്ട് ഇത് ഈ കൊടകര കേസ് വീണ്ടും വന്നതിന് പിൻപിൽ അത് BJP CPM ഡീലാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു. പക്ഷെ അതല്ല, AKD സെന്റർ തിരക്കഥയാണെന്ന് BJP പറയുന്നു. നമ്മൾ തുടക്കം മുതൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഈ തിരൂർ സതീശന് പിന്നിൽ ആരാണെന്നുള്ളൊരു ചോദ്യം. അത് പക്ഷെ ആ സമയത്ത് അതിന് പിന്നിൽ താനല്ല എന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു സാഹചര്യമുണ്ടായി. തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി താൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ചിലരാണ് ഇതിന് പിന്നിലെന്നാണ് ശോഭ പറഞ്ഞത്. മറ്റെന്തൊക്കെയാണ് പ്രധാനമായും അല്പസമയം മുൻപ് ശോഭ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മിഥുൻ? ഭവ്യ, അതായത് ഈ തിരൂർ സതീശന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ എന്ന വളരെ വൈകാരികമായാണ് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്. അതായത് തന്നെ ഈ പൊതുരാഷ്ട്രീയ രംഗത്ത് നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന് പിന്നിൽ ഒന്നാം നമ്പറുകാരൻ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തേത് പാർട്ടി വിടാൻ ഒരുങ്ങി നിന്ന EP ജയരാജൻ, തന്നോട് ചർച്ച നടത്തിയെന്ന് പറയുന്ന EP ജയരാജനാണ് രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമതായിട്ട് ഒരു ചാനലിന്റെ മേധാവികളാണ്. ആ ചാനൽ മേധാവികൾ ചില അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലടക്കം ഇടപാടുകളുണ്ട്, അവർക്കത് സ്വന്തമായുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ആ ചാനൽ ഉടമകൾക്ക് കിട്ടിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി തനിക്ക് കേന്ദ്രത്തിൽ കൃത്യമായ ബന്ധമുണ്ട്, EDയെ സമീപിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ തിരൂർ സതീഷുമായി നിരവധി തവണ വാട്സാപ്പ് കോളുകൾ ചെയ്ത രേഖകൾ, ഒപ്പം തന്നെ മറ്റു കോളുകൾ ചെയ്ത രേഖകൾ, തിരൂർ സതീഷ് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, അക്കാര്യങ്ങളൊക്കെ തന്നെ തനിക്കും ഫോൺ കോളുകൾ, അതായത് ഈ ഫോൺ കോളുകൾ ചെയ്ത രേഖകൾ എടുക്കാൻ തനിക്കും കേന്ദ്രത്തിൽ കൃത്യമായ ബന്ധമുണ്ട്. സംസ്ഥാനത്തെ പോലീസിന് ഈ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന പോലെയല്ല, കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ വിവരം എടുക്കാനുള്ള സോഴ്സ് തനിക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. അതിൽ കൃത്യമായ പങ്കുള്ളത് ഒരു മുൻ മന്ത്രിക്കാണ്. തൃശൂരിൽ നിന്നുള്ള ഒരു മുൻ മന്ത്രിക്ക് കൃത്യമായ ബന്ധം ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ AC മൊയ്തീൻ, കാരണം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി കൂടിയായിരുന്നു AC മൊയ്തീൻ. AC മൊയ്തീനെ ബന്ധപ്പെട്ട് ഇതുമായുള്ള ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അതായത് തന്റെ പേര് ആരും എടുത്തു പറഞ്ഞിട്ടില്ല, ഒരു മുൻ മന്ത്രി എന്നാണ് പറഞ്ഞത്. തൃശൂരിൽ മുൻ മന്ത്രിമാർ ഇഷ്ടം പോലെ പേരുണ്ട്, പക്ഷേ തന്റെ പേര് ശോഭാ സുരേന്ദ്രൻ പറയുകയാണെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല, തിരൂർ സതീശിനെ താൻ ഇതുവരെയും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ച് AC മൊയ്തീൻ പറയുകയും ചെയ്തു. എന്തായാലും വളരെ വൈകാരികമായ ഒരു പ്രസ് മീറ്റ് ആയിരുന്നു നടത്തിയത്. അതിൽ ഉറപ്പിച്ചു പറയുന്നു താൻ സതീഷുമായി ഒരിക്കലും സംസാരിച്ചിട്ടില്ല. സതീഷ് തന്റെ വീട് പണി, അതായത് സതീഷിന്റെ വീടിന് സമീപം ശോഭാ സുരേന്ദ്രൻ ഒരു വസതി പണിയുന്നുണ്ട്, അതിന്റെ ചുമതലക്കാരൻ അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ട ചുമതല നൽകിയത് സതീഷിനാണ് എന്നടക്കമുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തത്. കാരണം അത്തരത്തിലുള്ള ഒരു വ്യക്തിബന്ധവും താനും സതീഷിനുമായി ഇല്ല എന്നുകൂടി ശോഭ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ്. കാരണം നേരത്തെ ഞാൻ ഭവ്യ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് കൂടി വരികയാണ്. കാരണം നേരത്തെ ഉന്നയിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത് വൈകിപ്പിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തിൽ കൃത്യമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരേപോലെ തന്നെ BJPക്കെതിരെയും ഒപ്പം തന്നെ CPMനെതിരെയും ആയുധമാക്കാൻ വീണ് കിട്ടിയ വടിയാണ് കൊടകര കേസ്. ആ സമയത്ത് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ഈ അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതടക്കമുള്ള വാദപ്രതിവാദങ്ങൾ ഇനി അങ്ങോട്ട് നടക്കും. ഭവ്യ, തീർച്ചയായും വ്യക്തമാണ്. MG മിഥുനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.